الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قالوا ربنا غلبت علينا شقوتنا وكنا قوما ضالين ربنا أخرجنا منها فإن عدنا فإنا ظالمون قال اخسئوا فيها ولا تكلمون പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് യഥാർത്ഥ തഖ്വയുള്ളവരായി മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം എപ്പോഴും റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, റബ്ബേ, നരകശിക്ഷയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറ്റൊരു പ്രാർത്ഥനയാണ്, റബ്ബേ, ഞങ്ങൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ എന്ന്. നരക ശിക്ഷ എന്ന് പറയുന്ന, നരകം എന്ന് പറയുന്നത് അത് യാതനയുടെ, വേദനയുടെ ലോകമാണ്. നരകം
വിപത്തിൻ്റെ ലോകമാണ്, സമാധാനമില്ലാത്ത ലോകമാണ്, ഖേദത്തിൻ്റെയും നെടുവീർപ്പിൻ്റെയും ലോകമാണ്, ഭവനമാണ്. വ്യക്തമായ നഷ്ടം സംഭവിച്ചു എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഭവനമാണ് ആ നരകം എന്ന് പറയുന്നത്. വേദനയേറിയ ശിക്ഷകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് നരകമെന്ന് പറയും. എത്ര വിവരിച്ചാലും ആ നരകത്തിലെ കാഠിന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അത്രമാത്രം വിവരണമാണ് നരകത്തെക്കുറിച്ച്. സ്വർഗത്തെ പോലെ തന്നെ നരകത്തെക്കുറിച്ചും റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ചെറിയ ഒരു കാര്യമല്ല അത്. വളരെ ഗൗരവത്തിൽ കാണേണ്ട, ഗൗരവത്തിൽ നാം ഓരോരുത്തരും മനസ്സ് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട കാര്യമാണ് നരകമോചനം എന്നുള്ളത്. ഇത് വെറുതെ ഒരു പേടിപ്പിക്കാൻ പറയുന്ന ഒരു സംഗതിയല്ല, നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല. വളരെ കൃത്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെക്കുറിച്ചും അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുമെല്ലാം പ്രതിപാദിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ഒരു തവണ വിശുദ്ധ ഖുർആനിൻ്റെ താളുകളിലൂടെ സഞ്ചരിക്കുകയാണ് എങ്കിൽ ഇതൊക്കെയും നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് നബയിൽ നമ്മൾ കേൾക്കുന്നതാണ്, ഇന്ന ജഹന്നമ കാനതു മിർസാദാ ലിത്വാഗീന മആബാ ലാബിസീന ഫീഹാ അഹ്ഖാബാ. ഇന്ന ജഹന്നം, ജഹന്നം എന്ന് പറഞ്ഞാൽ നരകം. തീർച്ചയായും ജഹന്നം എന്ന് പറഞ്ഞാൽ കാനതു മിർസാദാ, അത് കാത്തിരിക്കുന്ന സ്ഥലമാണ്. എല്ലാവരും കാത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്, വെയിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്, വരൂ എന്നുള്ള നിലയിൽ കാത്തിരിക്കുന്ന സ്ഥലമാണ്. ഇന്ന ജഹന്നമ കാനതു മിർസാദാ. ആരെയാണത് കാത്തിരിക്കുന്നത്? ലിത്വാഗീന, എല്ലാ അതിക്രമകാരികളെ, അക്രമം ചെയ്ത് ജീവിച്ച ആളുകളെ, കുറ്റവാളികളായ ആളുകളെ സ്വീകരിക്കാനിരിക്കുന്ന സ്ഥലമാണ് നരകം എന്ന് പറയുന്നത്. മആബ ലിത്വാഗീന മആബ, അവർക്ക് മടങ്ങിച്ചെല്ലാനുള്ള സ്ഥലമാണ്. ഈ കുറ്റവാളികൾക്ക് മടങ്ങിച്ചെല്ലാനുള്ള സ്ഥലവുമാണ് നരകം എന്ന് പറയുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഇതാണ് നരകം. നമ്മളുടെയൊക്കെ ഊഹങ്ങൾക്കും സങ്കല്പങ്ങൾക്കും ഒക്കെ അപ്പുറമാണ് നരകം എന്ന് പറയും. അപ്പൊ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയും. നമ്മുടെ തടിയെ, നമ്മുടെ ശരീരത്തെ ആ നരകത്തിൽ നിന്ന് കാക്കുവാനുള്ള ഓരോ മാർഗവും തേടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഒരു ദുനിയാവിലെ തീയെ നമുക്ക് ഒരു മെഴുകുതിരിയുടെ ഒരു കണിക ഒന്ന് കയ്യിലേക്ക് വീണാൽ നമ്മൾ വലിച്ച് നീറ്റൽ കൊണ്ട് നമ്മൾ വലിച്ചു കളയും, സഹിക്കാൻ കഴിയത്തില്ല. അപ്പോൾ നരകത്തീനെ സംബന്ധിച്ചൊക്കെ ഉള്ള വിവരണം കേട്ടാൽ ഏതു ഹൃദയവും പേടിച്ച് കൊണ്ട് പിന്മാറി ഓടിക്കളയും. അങ്ങനെയാണ് ഖുർആൻ നരകത്തെയും നരകത്തിൻ്റെ അവസ്ഥകളെ സംബന്ധിച്ചുമൊക്കെ നമുക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഖുർആൻ നമ്മളോട് പറയുന്നു, സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറതു അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ.
സത്യവിശ്വാസികളെ എന്ന് വിളിക്കുകയാണ് അല്ലാഹു. സത്യവിശ്വാസികളെ എന്ന് വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. നമ്മളെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ഖൂ അൻഫുസക്കും. നമ്മൾ സത്യവിശ്വാസികളാണല്ലോ. എന്നിട്ട് നമ്മളെ വിളിച്ച് വീണ്ടും പറയുന്നെങ്കിലോ അവിടെ ഒന്നും കൂടെ ഒരു ഗൗരവം നമ്മൾ ആ വിഷയത്തിൽ കാണിക്കേണ്ടതുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഖൂ അൻഫുസക്കും, ആദ്യം നിന്നെ, നമ്മളെ ഓരോരുത്തരെയും, എന്നെ തന്നെ, നമ്മളെ ഓരോരുത്തരെയും നരകത്തിൽ നിന്ന് കാൽക്കണം. മറ്റുള്ളവരെ അല്ല, ആദ്യം സ്വയം എന്ത് ചെയ്യണം? ആ നരകത്തിൽ നിന്ന് നമ്മുടെ തടിയെ സലാമത്താക്കണം, രക്ഷപ്പെടുത്തണം. എന്നിട്ട് പിന്നെ പറഞ്ഞു വാഹ്ലീക്കും, നിന്റെ കുടുംബത്തെയും. അപ്പൊ നമ്മളുടെ കാര്യം മാത്രം, ആ വിഷയത്തിൽ നമ്മുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. നമ്മുടെ കുഞ്ഞു മക്കളെയും, നമ്മുടെ കരളിന്റെ കഷ്ണങ്ങളായ നമ്മുടെ മക്കളെയും, അതേപോലെ നാം ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ സഹധർമ്മിണിയെയും, നമ്മുടെ ഭാര്യയെയും, നമ്മുടെ കൂടെ കഴിയുന്ന കൂടപ്പിറപ്പുകളെയും, നമ്മുടെ സഹോദരങ്ങളെയും, നമ്മളോടൊപ്പം ജനിച്ച് സഹോദരങ്ങളായി ജീവിക്കുന്ന, അതേപോലെ തന്നെ നമ്മുടെ ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കൾ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അപ്പൊ നമ്മുടെ കാര്യം മാത്രം വെച്ചുകൊണ്ട് ജീവിച്ചാൽ പോരാ. ഓരോ കാര്യത്തിലും നമ്മുടെ കാര്യം മാത്രം, റബ്ബിന്റെ നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. മറിച്ച് നമ്മുടെ കുടുംബത്തിന്റെ കാര്യം, നമ്മൾ എപ്രകാരം നമ്മുടെ കുടുംബത്തെ ഭൗതിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഓരോരോ മോനെ നോക്കിപ്പോണേ അല്ലെ. ഇന്നലെയും ഒരു 4 പെൺകുട്ടികൾ, ആ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോയവരാണ്. തിരിച്ച് മയ്യത്തായിട്ടാണ് അവർ തിരിച്ചു ചെല്ലുന്നത്. ആലോചിച്ച് നോക്കുക, ആ മാതാപിതാക്കളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന, എക്സാം എഴുതി കഴിഞ്ഞ് ഇനി നാളത്തെ എക്സാമിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് അങ്ങനെ റോഡിന്റെ സൈഡിലൂടെ പോകുകയാണ്. മരണം വരുന്ന വഴി എങ്ങനെയാണ് ആ മരണം വന്നത്? ഒരിക്കലും അങ്ങനെ ഒരു സംഭവിക്കുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണല്ലോ ഇങ്ങനെ പോവുകയും വരികയും ഒക്കെ നമ്മളൊക്കെ ചെയ്യുന്നത്. പക്ഷെ സംഭവിക്കുകയാണ് അവിടെ മരണം. അള്ളാഹുവിന്റെ അലംഘനീയമായ നിയമം എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരിക്കണമെന്ന് കൃത്യമായിട്ട് അള്ളാഹു തീരുമാനിച്ചു വച്ചിരിക്കുക. ആ റബ്ബിന്റെ വിധിയെ നാം സ്വീകരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ കുട്ടികൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സഹനവും ക്ഷമയും നൽകുമാറാവട്ടെ. അവർക്ക് അള്ളാഹു അതിൻ്റെ പേരിൽ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ സഹോദരങ്ങൾ, ഇതാണ് അവസ്ഥ. നമ്മുടെ കുടുംബത്തെ നമ്മൾ പറയും നോക്കിപ്പോണേ, ശ്രദ്ധിച്ചു പോണേ, വഴി നോക്കി പോണേ എന്നൊക്കെ പറയും. ദുനിയാവിൻ്റെ കാര്യത്തിലാണ്, ആഖിറത്തിന്റെ കാര്യത്തിലും നരകത്തിന്റെ കാര്യത്തിലും ഇതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായിട്ട് നാളെ നരകത്തിൽ പോകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കുക. ഇതൊന്നും പറയാതെ ഞാൻ മാത്രം തൗഹീദുൽ കൊണ്ട് എങ്ങനെയായാലും രക്ഷപ്പെടും. കാരണം അള്ളാഹു ശിർക്കല്ല, ശിർക്കൊഴികെ മറ്റുള്ള പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്നാണ്. അപ്പൊ ഞാൻ ശിർക്ക് ചെയ്യുന്നില്ല, അപ്പൊ എൻ്റെ കാര്യം ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അത് പോരാ, നമ്മൾ നിരന്തരം നമ്മളുമായിട്ട് ആശ്രയിച്ച് കഴിയുന്ന നമ്മുടെ കുടുംബം, ബന്ധപ്പെട്ട് കഴിയുന്ന നമ്മുടെ കുടുംബത്തെ കൂടും ഈ തൗഹീദ് പറയാൻ, ഈ അള്ളാഹുവിനെ മാത്രം ആരാധനയുടെ വിഷയത്തിൽ ഒരുവിധ പങ്കു ചേർക്കലുകളും ഇല്ല, വരില്ല എന്ന്, അത് പാടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ മറ്റാരോടും പ്രാർത്ഥിക്കരുതേ കുടുംബമേ, എൻ്റെ പിതാവേ. ഇബ്രാഹിം നബി പറഞ്ഞതുപോലെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബത്തെ വിളിച്ചു പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തോടും ഒക്കെ പറയാൻ സാധിക്കണം. അങ്ങനെ അവർ രക്ഷപ്പെടണ്ടേ. ഒരു തീപിടുത്തം ഉണ്ടായാൽ നാം നോക്കി നിൽക്കുമോ? അവരെ രക്ഷപ്പെടുത്താനല്ലേ നാം ശ്രമിക്കുന്നത്. എന്താണ്? അവർ മരിക്കാൻ പാടില്ല, അവർ ആ അഗ്നിയിൽ പെട്ടുപോകാൻ പാടില്ല. എങ്കിൽ നാളത്തെ നരകശിക്ഷയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക സഹോദരങ്ങളെ. അപ്പോൾ നമ്മുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ
നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വഖൂദുഹൻ നാസു വൽ ഹിജാറ, ആ നരകം കത്തിക്കപ്പെടുന്നതോ എന്തുകൊണ്ടാണ്? വഖൂദുഹൻ നാസു വൽ ഹിജാറ, കല്ലുകളെയും മനുഷ്യരെയും കൊണ്ടാണ് ആ നരകം കത്തിക്കപ്പെടുന്നത് എന്ന്. കല്ലുകൾ കത്തിക്കപ്പെടും. സാധാരണ കല്ലുകൾ കത്താറില്ല. പക്ഷേ നരകത്തീ ആ ചൂടിന്റെ കാഠിന്യം കൊണ്ട് കല്ലുകൾ പോലും കത്തിപ്പോകുന്ന ആ നരകത്തിനെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക സഹോദരങ്ങളെ. അപ്പോൾ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ നരകത്തെ സംബന്ധിച്ചും നരകവാസികളെ സംബന്ധിച്ചും ആ നരകത്തിന്റെ ആഴത്തെ സംബന്ധിച്ചും അതിൻ്റെ വിശാലതയെ സംബന്ധിച്ചും എല്ലാം എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. നരകത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തരികയാണ് നമുക്ക് ഓരോരോ വിഷയങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തോട് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. യൗമ, ആ ദിവസത്തിൽ നരകത്തോട് ചോദിക്കും. നഖൂലു, നാം ചോദിക്കും. ലി ജഹന്നമ, നരകത്തോട്. ഹലിം തലഅതി, നീ നിറഞ്ഞുവോ നരകമേ, നിനക്ക് മതിയായോ എന്ന് ചോദിക്കുമ്പോൾ വ തഖൂലു, അത് പറയും ഹൽ മിൻ മസീദ്, ഇനിയും ഉണ്ടോ എന്ന്. ഇനിയും വരട്ടെ, ഇനിയും പോരട്ടെ എന്നാണ് ആ നരകം പറയുന്നത് സഹോദരങ്ങൾ. ഈ മനുഷ്യരായ കോടിക്കണക്കിനായ മനുഷ്യരെ, എന്നിട്ടോ നരകവാസികളുടെ പ്രത്യേകത എന്താണ്? ഒരു ചുമലും അടുത്ത ചുമലും തമ്മിൽ 3 ദിവസത്തെ വഴി ദൂരമുണ്ട് എന്ന നരകവാസിയുടെ. വേറൊരു കോലത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകവാസികളെ ആയിക്കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. നരകവാസികളെ ആ വിധത്തിലാണ് അല്ലാഹു ആക്കി മാറ്റുന്നത്, ആ രൂപത്തിലാണ്. ഒരു ചുമലും അടുത്ത ചുമലും തമ്മിൽ 3 ദിവസത്തെ വഴി ദൂരം. നരകവാസിയുടെ ഒരു പല്ലിന്റെ വലിപ്പം പറഞ്ഞതോ ഉഹുദ് മലയുടെ അത്രയും. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട, അതൊക്കെ സംഭവിക്കുമോ? സംഭവിക്കും. എങ്ങനെ? നമ്മൾ വസിക്കുന്ന ഭൂമിയും ഈ സൂര്യനെ സൃഷ്ടിച്ചില്ല റബ്ബ്. സൂര്യന്റെ വലിപ്പം എത്രയാണ്? സൂര്യന്റെ വലിപ്പം 15 ലക്ഷം മടങ്ങ് വലിപ്പമാണ്. ഭൂമിയേക്കാൾ 15 ലക്ഷം മടങ്ങ് വലിപ്പത്തിലാണ് സൂര്യൻ. അപ്പോ ആ സൂര്യനെ സൃഷ്ടിക്കാം, എന്നിട്ടോ ഈ സൂര്യനെയും അള്ളാഹു നരകത്തിൽ ഇടുമെന്നാണ്. സൂര്യനെ മാത്രമല്ല, ചന്ദ്രനെയും നരകത്തിൽ ഇട്ടാലും ആ നരകം നിറയുകയില്ല എന്ന്. അപ്പൊ അതിന്റെ ആഴം നോക്കിയേ. ഒരു ഹദീസിൽ കാണാം, ലാ തസാലു ജഹന്നമ യുൽഖാ ഫീഹാ വതഖൂലു ഹൽ മിൻ മസീദ് ഹത്താ യളഅ റബ്ബുൽ ഇസ്സതി ഫീഹാ ഖദമഹു ഫയൻസവി ബഅ്ദുഹാ ഇലാ ബഅ്ദിൻ ഫതഖൂലു ഖത്ത് ഖത്ത് ബിഇസ്സതിക വകറമിക. ഒരു ഹദീസിൽ പറയുന്നതാണ്, ലാ തസൂലു ജഹന്നമ യുൽഖാ ഫീഹാ, നരകത്തിലേക്ക് ആളുകളെ ഇടുമ്പോഴെല്ലാം വതഖൂലു, അത് പറയും. എന്താണ്? ഹൽ മിൻ മസീദ്, വരട്ടെ വരട്ടെ, വന്നോട്ടെ എന്ന രീതിയിൽ നരകം പറയുമെന്നാണ്. ഏതുവരെ? ഹത്താ യളഅ റബ്ബുൽ ഇസ്സതി ഫീഹാ ഖദമഹു, റബ്ബുൽ ഇസ്സത്തായ റബ്ബ് ജല്ല ജലാലുഹു, ജല്ല ജലാലായ റബ്ബ് അവന്റെ പാദം ആ നരകത്തിന്റെ മീതെ വെച്ച് അമർത്തുന്നത് വരെ അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അമർത്തിക്കഴിഞ്ഞാലോ ഫയൻസവി ബഅ്ദുഹാ ഇലാ ബഅ്ദിൻ, അവർ പരസ്പരം ഞെരുങ്ങി പോകും, കൂടിച്ചേരും. ആ നരകവാസികൾ അങ്ങോട്ട് താഴോട്ട് അങ്ങ് അമരും. അപ്പോൾ അത് പറയും, ആ നരകം പറയും, കത്ത് കത്ത്, മതി മതി, ഇപ്പം നിറഞ്ഞു റബ്ബേ, ഇപ്പം മതിയായി റബ്ബേ എന്ന് പറയും. ബിഇസ്സതിക വകറമിക, നിന്റെ പ്രതാപവും മഹത്വവുമാണ്, മതി മതി എന്ന് നരകം ആ സമയത്ത് പറയും. നോക്കുക, എത്ര വലിപ്പമാണ് നരകത്തിന്റെ ഗാംഭീര്യം. ആ നരകത്തെ കൊണ്ടുവരും. സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് നരകം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, സ്വർഗവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, ഇനി വരാനുള്ളതല്ല. ഇപ്പോൾ തന്നെയും നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്.
ഈ മലക്കുകൾ, മനുഷ്യരുടെ ഇടയിൽ സഞ്ചരിക്കുന്ന കുറെ മലക്കുകളുണ്ട്. അവരോട് റബ്ബ് ഒരിക്കൽ സ്വർഗത്തിൻ്റെയും നരകത്തെയും സംബന്ധിച്ച് ഇങ്ങനെ ഇവരെ സംബന്ധിച്ച്, ഈ മനുഷ്യരെ സംബന്ധിച്ച് ചോദിക്കും. എന്താണ് അവരുടെ സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, എന്താണ് അവർ രക്ഷ തേടിയത്, എന്തിൽ നിന്നാണ് അവർ രക്ഷ തേടിയത് എന്ന് മലക്കുകളോട് ചോദിക്കുമ്പോൾ മലക്ക് പറയും, നരകത്തിൽ നിന്നാണ് റബ്ബേ അവർ നിന്നോട് രക്ഷ തേടുന്നത്. മനുഷ്യരുടെ പ്രാർത്ഥന നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നാണ് അവരിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും, അവർ നരകത്തെ കണ്ടിട്ടുണ്ടോ? മലക്കുകൾ പറയും, ഇല്ല. നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, നരകത്തെ കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ രക്ഷ തേടുകയാണ് റബ്ബിനോട്. റബ്ബെ കണ്ടിട്ടില്ല അവർ. അപ്പോൾ അള്ളാഹു ആ മലക്കുകളോട് ചോദിക്കും, അവർ കണ്ടാലോ? ഇനി അവർ നരകം കണ്ടാലോ? അപ്പോൾ മലക്കുകളുടെ മറുപടി, അവർ ഓടി ഒളിക്കും അതിൽ നിന്ന്. ഫിറാറൻ, ഓടി ഒളിക്കുമെന്നാണ്. ആ നരകം കണ്ടാൽ അവർ ഓടിപ്പോകും റബ്ബേ. അതേപോലെ കഠിനമായ ഭയം അവരെ പിടികൂടും എന്നാണ് നരകം കണ്ടാൽ. അപ്പൊ അത്രയും ഭയപ്പെടേണ്ട ഒന്നാണ്, ഭയാനകമാണ് നരകം എന്ന് പറയുന്നത്. ആ നരകത്തെ അന്ത്യനാളിൽ വലിച്ചു കൊണ്ടുവരുന്നപ്പെടുന്ന ഒരു രംഗം, വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദി യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. വജീഅ യൗമഇദിൻ ബിജഹന്നം, നരകത്തെ വലിച്ചു കൊണ്ടുവരപ്പെടും. വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദി യതദക്കറുൽ ഇൻസാൻ. അപ്പോൾ മനുഷ്യന് ഓർമ്മ വരുമെന്ന ഖുർആൻ പറയുന്നത്. നരകത്തെ കാണുമ്പോൾ ഓർമ്മ വരും, തലയാട്ടും, ശരി ഇനി രക്ഷയില്ല എന്ന രീതിയിൽ അള്ളാഹ് ചോദിക്കുകയാണ്, ഇപ്പൊ എവിടെ നിന്നാടോ അവന് ഓർമ്മ വന്നത്? ഇപ്പൊ എങ്ങനെ ഓർമ്മ വന്നു? ഇതെല്ലാം നേരത്തെ തന്നെ മുൻകൂട്ടി പറഞ്ഞു പോയ കാര്യമല്ലേ? നിങ്ങളെ ഉണർത്തിയതല്ലേ? സൂക്ഷിക്കണേ, എന്റെ നരകശിക്ഷയെ, എന്റെ ശിക്ഷയെ നിങ്ങൾ ഭയപ്പെടണേ എന്ന് നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ എന്ന് അള്ളാഹു ചോദിക്കുമെന്നാണ്. ആ നരകത്തെ കൊണ്ടുവരുന്നതായിട്ട് ഹദീസിൽ കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. യുതാ ബി ജഹന്നമ യൗമൽ ഖിയാമ തുജറുൻ. ഖിയാമത്ത് നാളിൽ, അന്ത്യനാളിൽ നരകത്തെ വലിച്ചു കൊണ്ടുവരപ്പെടും. ലഹാ സബ്ഊന അൽഫ സിമാമിൻ മാ കുല്ലി സിമാമിൻ സബ്ഊന അൽഫ മലക്. ആ നരകത്തെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരും. അപ്പോഴോ ലഹാ സബ്ഊന അൽഫ സിമാം, ആ നരകത്തിന് 70,000 കടിഞ്ഞാണുകളുണ്ട് എന്നാണ്. ആ നരകത്തിന് 70,000 കടിഞ്ഞാൻ, അത് വലിക്കാൻ ഉള്ള കടിഞ്ഞാൻ, കയറു ഉണ്ടായിരിക്കുമെന്നാണ്. എന്നിട്ടോ മഅ കുല്ലി സിമാമിൻ, ഓരോ കടിഞ്ഞാണിനോടൊപ്പവും സബ്ഊന അൽഫ മലക്കിൻ, ഓരോ കടിഞ്ഞാണിനോടൊപ്പം 70,000 മലക്കുകൾ. 70,000 കടിഞ്ഞാണും ഓരോ കടിഞ്ഞാണിനോടൊപ്പം 70,000 മലക്കുകൾ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, എത്രമാത്രം വലിപ്പം! ഈ മലക്കുകൾ എന്ന് പറഞ്ഞാൽ നിസ്സാരന്മാരാണോ? നമ്മളെപ്പോലെ ഉള്ളവ ഇങ്ങനെ ഒന്ന് കാറ്റടിച്ചാൽ പറന്നു പോകുന്ന ആളുകളാണോ? ഇല്ല. അവരെ നേരിടാൻ നമുക്ക് സാധിക്കുകയില്ല. കഠിനന്മാരാണ് അവർ. നരകത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ പരിക്ര സ്വഭാവമുള്ളവരും കഠിനന്മാരുമായ ആളുകളാണ് എന്നാണ് ആ നരകത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറയുന്നത്, ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അവരോട് അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അവരത് അനുസരിക്കും, അവനോട് യാതൊരു എതിരും അവർ പ്രവർത്തിക്കുകയില്ല എന്ന്. അങ്ങനെയുള്ള മലക്കുകൾ മറ്റൊരു സ്ഥലത്ത് നരകത്തിൽ എന്താണ് 19 മലക്കുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. 19, അവരുടെ എണ്ണം 19 എന്ന് പറയും. ഇത് കേട്ടപ്പോൾ മക്കയിലെ മുശ്രിക്കുകളുടെ നേതാവ് ആരാണ്? അബൂജഹൽ പറഞ്ഞു, 19 എങ്കിൽ അവരെയൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഓരോരുത്തരും ഒരു 10 പേര് ഒരാളെ വെച്ച് നോക്കിയാൽ എന്താണ് അതിനെയൊക്കെ തകർത്തെറിയാൻ പറ്റുമെന്നാണ്. അപ്പൊ അതിന് മറുപടി അള്ളാഹ് പറഞ്ഞു. അതിന് കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല
നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യമെന്ന്. അപ്പോൾ ഇങ്ങനെ ആ മലക്കുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആ നരകം, അങ്ങനെയുള്ള നരകം, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം. സഹോദരങ്ങളെ, നരകത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ തീഷ്ണത എത്രമാത്രമുണ്ട്, എങ്ങനെയാണത്? ശക്തമായ തീനാളങ്ങളും തീപ്പൊരിയും കഠിനമായ കരിക്കലും കടുത്ത വേദനയുണ്ടാക്കലും അഗാധമായ സ്വാധീനം ചെലുത്തലും എല്ലാം നരകത്തിൻ്റെ പ്രത്യേകതയാണ്. കഠിനമായ ശിക്ഷയും തീപ്പൊരിയും എല്ലാം നരകത്തിൻ്റെ പ്രത്യേകതയാണ്. ഖുർആനിൽ അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നത്, നരകത്തിനെ കുറിച്ച് ഓരോരോ കാര്യം, നരകത്തെ സംബന്ധിച്ച് പല രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ജഹന്നമെന്നും ഹുതമയെന്നും സഈറെന്നും അങ്ങനെ നാറ് എന്നും ഒക്കെ പല പേരുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സഖർ, നരകത്തിന്റെ മറ്റൊരു പേരാണ് സഖർ. ഓരോന്നിന്റെയും ആ ശിക്ഷയുടെ കാഠിന്യത്തെ എടുത്തു പറയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ഭാഷ പ്രയോഗിച്ചതാണ്, പ്രത്യേകമായ പേരുകൾ നൽകിയതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. സഉസ്ലീഹി സഖർ വമാ അദ്റാക മാ സഖർ ലാ തുബ്ഖി വലാ തദർ. സഖറിനെ സംബന്ധിച്ച്, സഖർ എന്ന് പറയുന്ന നരകത്തെ സംബന്ധിച്ച് പറയുക, അത് എന്താണ്? വമാ അദ്റാക മാ സഖർ, ആ സഖറിനെ സംബന്ധിച്ച് എന്താണെന്ന് നിനക്കറിയുമോ? എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ലാ തുബ്ഖി വലാ തദർ, ലാ തുബ്ഖി വലാ തദർ, ഒന്നും ബാക്കിയാക്കുകയോ വിട്ടുകളയുകയോ ഇല്ല, ഒന്നും ബാക്കിയാവുകയില്ല, ഒന്നും അവശേഷിക്കുകയില്ല. അങ്ങനെയുള്ള നരകമാണ് സഹോദരങ്ങളെ. അതേപോലെ തന്നെ നരകത്തിന്റെ ആ ആളിക്കത്തൽ, അതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസ്ർ കഅന്നഹു ജിമാലത്തുൻ സുഫുർ. തീർച്ചയായും അത് നരകം വൻസൗദം പോലുള്ള തീപ്പൊരി തെറിപ്പിച്ചു കൊണ്ടിരിക്കും. വൻസൗദം കൊട്ടാരം കണക്കെ, ഉയർന്ന കൊട്ടാരം കണക്കെ, വലിയ ബിൽഡിംഗ് കണക്കെ ഉള്ള തീപ്പൊരി ഇങ്ങനെ ആളിക്കൊണ്ടിരിക്കും, തീപ്പൊരി പാറിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അങ്ങനെയുള്ള നരകം ഏതുപോലെ? കഅന്നഹു ജിമാലത്തുൻ സുഫുർ, അത് ആ തീപ്പൊരി മഞ്ഞ നിറമുള്ള ഒട്ടകക്കൂട്ടങ്ങളെ പോലെ ആയിരിക്കും. മഞ്ഞ നിറമുള്ള ഒട്ടകക്കൂട്ടങ്ങൾ നിൽക്കുന്നത് പോലെ. തീ ആളി കത്തുമ്പോഴുള്ള അതിന്റെ രൂപമൊക്കെ നമുക്ക് അറിയാമല്ലോ. തീന്റെ ആ കുറെ ആളിങ്ങനെ ചെല്ലുമ്പോൾ മഞ്ഞ നിറമായിട്ട് ആ തീയെ കാണാം. അപ്പൊ നരകത്തീനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് എന്ന് ഓർക്കണം. അതേപോലെ നരകത്തിന്റെ തീ ഒരിക്കലും കെട്ടുപോകുകയില്ല, അണഞ്ഞു പോകുകയില്ല, അതിന്റെ കാഠിന്യം കുറയുകയില്ല, കൂടുകയാണ് ഉള്ളത്. ഒരിക്കലും അതിങ്ങനെ കുറഞ്ഞു വരില്ല, അത് കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനത്തെ കാര്യമാണ് നരകം എന്ന് പറയുന്നത്. ഖുർആൻ പറയുന്നു, മഅവാഹും ജഹന്നം, അവരുടെ സങ്കേതം നരകമാകുന്നു. കുല്ലമാ ഖബത്ത്, അത് കെട്ടുപോകുമ്പോഴെല്ലാം, അത് അണഞ്ഞു പോകുമ്പോഴെല്ലാം, സിദ്നാഹും സഈറാ, നാം അവർക്ക് ജ്വാല കൂട്ടിക്കൊടുക്കുന്നതാണ്. കൂട്ടിവെക്കും റബ്ബ്, അതങ്ങനെ കൂട്ടി വെക്കുമെന്നാണ്. അതേപോലെ തീരുകയാണോ? ഓരോ ശിക്ഷ കൊണ്ട് തീരുകയാണോ? ഒറ്റത്തവണ കൊണ്ട് തീരുകയാണോ നരകത്തിലെ ശിക്ഷ? അല്ല, അതിങ്ങനെ ലാബിസീന ഫീഹാ അഹ്ഖാബ, അല്ലെ, യുഗങ്ങളോളം ആ ശിക്ഷ അനുഭവിക്കണം. കാലാകാലത്തോളം ആ ശിക്ഷ, നരകത്തിലെ ശിക്ഷ അനുഭവിക്കണം. ഒറ്റ ശിക്ഷ കൊണ്ട് അത് പിന്നെ അവസാനിക്കുകയില്ല. എങ്ങനെയാണ് റബ്ബ് അത് ചെയ്യുന്നത്? ഇന്നല്ലദീന കഫറൂ ബിആയാതിന സൗഫ നുസ്ലീഹിം നാറാ കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്
ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ. അല്ലാഹു പറയുകയാണ്, ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ, നമ്മുടെ ആയത്തുകളെ നിഷേധിച്ചവരെ സൗഫ നുസ്ലീഹിം നാറാ, നാം നരകത്തിലിട്ട് അവരെ കരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ എന്തെല്ലാം കണ്ടു. നിനക്ക് കാണാനുള്ള കണ്ണുകൾ നൽകി. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ, നിനക്ക് കാണാൻ രണ്ട് കണ്ണുകൾ നൽകിയില്ലേ? അള്ളാഹ് ചോദിക്കാൻ, അലം നജ്അൽ ലഹു ഐനൈൻ, രണ്ട് കണ്ണുകൾ നൽകിയില്ലേ? എന്തെല്ലാം കാഴ്ചകൾ നീ കാണുന്നുണ്ട് ദുനിയാവിൽ, എന്തെല്ലാം കണ്ടു മനസ്സിലാക്കാൻ. റബ്ബിന്റെ പ്രത്യേകമായ അടയാളങ്ങൾ, ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ നിന്റെ മുമ്പിൽ കാണാനുള്ള എല്ലാവിധ അവസരവും നിനക്ക് ഉണ്ടായിട്ട് അതൊന്നും കാണാതെ അതെല്ലാം സങ്കല്പമാണ്, അതെല്ലാം കെട്ടുകഥകളാണ്, അതെല്ലാം പേടിപ്പിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ നീ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അള്ളാഹു പറയാണ്, സൗഫ നുസ്ലീഹിം നാറാ, നാം അവരെ നരകത്തിലിട്ട് കരിക്കുന്നതാണ്. തീർന്നില്ല, കുല്ലമാ നളിജത് ജുലൂദുഹും, അങ്ങനെ അവരുടെ ആ നരകത്തിലിട്ട് എന്താണ് സംഭവിക്കുന്നത്? തൊലികൾ വെന്തു പോകും. തൊലികൾ വെന്തു പോകും. തൊലികളാണല്ലോ അനുഭവിക്കുന്നത്. നമ്മുടെ ഈ ശിക്ഷ, വേദന വരുന്നത് നമുക്കുടെ ശരീരത്തിൽ തൊലിയുള്ളത് കൊണ്ടാണ്. ആ തൊലി ഇല്ലെങ്കിൽ നമുക്ക് വേദനയില്ല. എല്ല് മാത്രമാണെങ്കിൽ നമുക്ക് വേദന ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊലിയെ മാറ്റി തരുന്നത്. നരകവാസികൾക്ക് അല്ലാഹു തൊലികൾ ഇങ്ങനെ മാറ്റിക്കൊടുക്കാൻ, കുല്ലമാ നളിജത് ജുലൂദുഹും, തൊലികൾ വെന്തു പോകുമ്പോഴെല്ലാം ബദ്ദൽനാഹും ജുലൂദൻ ഗൈറാ, വേറെ തൊലികൾ അവർക്ക് മാറ്റിക്കൊടുക്കുന്നതാണ്. ഏതാണ്? 42 മുഴം വീതിയിലുള്ള തൊലികളാണ് ഈ പറഞ്ഞത്. നരകവാസിയുടെ തൊലിയുടെ ആ വലിപ്പം പറഞ്ഞതാണ്. 42 മുഴം നീളം. അതാണ് നരകവാസിയുടെ തൊലിയുടെ ആ അവസ്ഥ. ആ തൊലിയാണ് എന്ത് ചെയ്യുന്നത്? കരിഞ്ഞു പോകുമ്പോൾ അതോടുകൂടി കഴിയുന്നില്ല അല്ലെ? നരകവാസികൾ പറയും, യാ ലൈതനീ കുന്തു തുറാബാ, പടച്ചവനെ, ഞാൻ മണ്ണായി തീർന്നു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഈ ശിക്ഷയെല്ലാം കാണുമ്പോൾ കൊതിച്ചു പോകും, ആഗ്രഹിച്ചു പോകും, ഒന്ന് മരിച്ചിരുന്നെങ്കിൽ, ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ. മാലിക്കിനോട് പറയും, നരകം കാക്കുന്ന മലക്കുകൾ, ആ മലക്കുകൾ പ്രധാനിയാണ് മാലിക് എന്ന് പറയുന്ന മലക്ക്, നരകത്തിന്റെ കാവൽക്കാരന്. പ്രത്യേക ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് മാലിക്. ആ മാലിക്കിനോട് പോലും നരകവാസികൾ പറയും, ഞങ്ങളെ ഒന്ന് മരിപ്പിച്ചു തരാൻ പറ മാലിക്കേ. മാലിക് റബ്ബിനോട് പറ, ഞങ്ങളെ ഒന്ന് മരിപ്പിച്ചു തരാൻ ഞങ്ങളുടെ റബ്ബിനോടൊന്ന് പറ. ആ മലക്ക് എന്താ പറയുന്നത്? ഇല്ല, നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക, നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളതാണത് എന്ന് മാലിക് പറയുക. അപ്പോൾ തൊലിയോ വേറെ ഫിറ്റ് ചെയ്യണം, ഉടനെ അടുത്ത തൊലി വന്ന് കൂടുകയാണ്. നമ്മളെ സൃഷ്ടിച്ച റബ്ബിന് അതൊന്നും കഴിയില്ലേ? സാധിക്കുകയില്ലേ? നമ്മളെ സൃഷ്ടിച്ച ഇല്ലായ്മയിൽ നിന്നല്ലേ ഈ പ്രപഞ്ചം ഇങ്ങനെ കണ്ടത്, ഉണ്ടായത്. എങ്കിൽ ആ റബ്ബാണ് ഈ പറയുന്നത്. അടുത്ത ഘട്ടം ഇതാണ് അവസ്ഥ എന്ന് പറയുകയാണ്. ലിയദൂഖുൽ അദാബ്, എന്തിനാ ഇതും ഈ തൊലികൾ മാറ്റുന്നത്? ലിയദൂഖുൽ അദാബ്, ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയാണ്, ശിക്ഷ ആസ്വദിക്കാൻ വേണ്ടിയാണ്. ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ, അള്ളാഹിന്റെ ഇതെടുത്ത് പറയുകയാണ്. അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കിക്കോ, അള്ളാഹു അസീസാണ്, ഹക്കീമാണ്. അള്ളാഹു നീ ഉദ്ദേശിക്കുന്നത് പോലെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരാളല്ല അള്ളാഹു എന്ന് ഈ ശിക്ഷയുടെ കാഠിന്യം സംബന്ധിച്ചു പറയുമ്പോഴും അള്ളാഹു ആരാണ് എന്ന്, അവന്റെ ഇസ്സത്തിനെ, അവന്റെ പ്രതാപത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ എടുത്തു പറയുകയാണ്. ഈ നരകവാസികൾ നരകത്തിലേക്ക് വന്ന് വീഴുമ്പോൾ അവരെല്ലാം സുക്കൂത്തായിട്ട് അംഗീകരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറയുകയാണ്. ഇവിടെ വലിയ അഹങ്കാരത്തോടു കൂടിയൊക്കെ വലിയ മസിലും വിരിച്ച് നടന്നു, ധിക്കാരത്തോടുകൂടിയും അഹങ്കാരത്തോടും കൂടിയൊക്കെ ജീവിച്ചു. എന്തൊക്കെയായിരുന്നു റബ്ബിനെ കുറിച്ച് എതിർത്തു പറയാൻ അവന്റെ നാവിന്റെ നീളം.
ആ രീതിയിലൊക്കെ അവൻ റബ്ബിനെ കുറിച്ച് എതിർത്തു പറഞ്ഞിരുന്നു. പക്ഷേ നാളെ റബ്ബിന്റെ മുമ്പിൽ അവൻ തലകുനിച്ചു പോവുകയാണ്, തലകുനിച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് അവൻ പറയുകയാണ്, ലൗ വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബി സഈർ. പടച്ചവനെ, റബ്ബേ, ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, ഞങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിച്ചിരുന്നുവെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബി സഈർ, ഞങ്ങൾ ഈ നരകത്തിൽ എത്തുമായിരുന്നില്ല റബ്ബേ. ഈ നരകവാസികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ പെടുമായിരുന്നില്ല റബ്ബേ എന്ന് അവിടെ വെച്ച് പറയാണ്. വല്ല രക്ഷയുണ്ടോ? സ്വീകരിക്കുവോ? ഇല്ല. ഫഅ്തറഫു ബിദംബിഹിം, അവർ അവരുടെ തെറ്റുകളെ, കുറ്റങ്ങളെ ഏറ്റുപറയും റബ്ബിന്റെ മുമ്പിൽ. ശരിയാണ് റബ്ബേ, ഞങ്ങൾക്ക് സംഭവിച്ചു പോയി റബ്ബേ. വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. എന്താ മറുപടി? ഫസുഹുക്കൻ ലി അസ്ഹാബി സഈർ, ഫസുഹുക്കൻ ലി അസ്ഹാബി സഈർ. അപ്പോൾ നരകാഗ്നിയുടെ ആളുകൾക്ക് ശാപം എന്നാണ് മറുപടി വരുന്നത്. ഒരു രക്ഷയില്ല, ഒരു വിട്ടുവീഴ്ചയും ആ സമയത്തുള്ള ഒരു പറച്ചിലും അള്ളാഹുവിന്റെ അടുക്കൽ വിലപ്പോവുകയില്ല. അള്ളാഹ് സ്വീകരിക്കുകയില്ല, മൈൻഡ് ചെയ്യുകയില്ല. ഏതുവരെ? ഖാലു, അവർ പറയും, നാം ഓതിവെച്ച ആയത്ത്, ഖാലു, അവർ പറയും, റബ്ബന ഗലബത് അലൈനാ ശിക്വതുന, പടച്ചവനെ, ഞങ്ങളുടെ നിർഭാഗ്യം ഞങ്ങളെ അതിജയിച്ചു കളഞ്ഞു, ഞങ്ങളുടെ നിർഭാഗ്യം ഞങ്ങളെ അതിജയിച്ചു കളഞ്ഞു. വനകുന്ന ഖൗമൻ വാലി, ഞങ്ങൾ വഴിപിഴച്ചു പോയ ഒരു ജനതയായി പോയി റബ്ബേ. അതുകൊണ്ട് റബ്ബന, റബ്ബേ, അഖ്രിജ്നാ മിൻഹ, ഇതിൽ നിന്നും ഞങ്ങളെ ഒന്ന് പുറത്തു കൊണ്ടുവരണേ. ഫഇൻ ഉദിന, അങ്ങനെ അതിലേക്ക് ഞങ്ങൾ പിന്നെ മടങ്ങിയാൽ, ഫഇൻ ഉദിന, ഇനി എന്നിട്ട് ഞങ്ങളെ ഒന്ന് മടക്കി തന്നിട്ട് പിന്നെയും ഞങ്ങൾ പോവുകയാണെങ്കിലോ, ഫഇന്നാ വാലിമൂൻ, അപ്പോൾ ഞങ്ങൾ അക്രമികൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ, റബ്ബേ ഒന്ന് മടക്കി തന്നാൽ ഇനി ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ അവിശ്വാസത്തിലേക്ക് ഞങ്ങൾ ഒരിക്കലും മടങ്ങിപ്പോവുകയില്ല. നിന്നെ വിശ്വസിച്ചുകൊണ്ട്, നിന്നെ ആരാധിച്ചുകൊണ്ട്, നിന്റെ കൽപ്പനകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ജീവിച്ചു കൊള്ളാം റബ്ബേ എന്ന് അള്ളാഹിന്റെ മുമ്പിൽ പറയുമ്പോൾ അള്ളാഹുവിന്റെ മറുപടി എന്താണ്? ഖാല, റബ്ബ് പറയുന്ന മറുപടി ഓക്കെ എന്നാണോ? അല്ല. ശരിയെന്നാണോ? അല്ല. റബ്ബ് പറയുകയാണ്, ഖാല ഇഖ്സഉ ഫീഹാ, നിങ്ങൾ അവിടെ തന്നെ നിന്ദ്യരായി കഴിഞ്ഞുകൊള്ളുക, അവിടെ തന്നെ കിടക്കുക, അവിടെ തന്നെ കിടന്നുകൊള്ളുക. വലാ തുകല്ലിമൂൻ, മിണ്ടിപ്പോകരുത്. റബ്ബ് പറയുന്ന ആലോചിച്ച് നോക്കിയേ, ആരാണ് റബ്ബ്? പരമകാരുണ്യകൻ അല്ലേ? പരമകാരുണ്യകൻ, എല്ലാവർക്കും ഒരുപോലെ കരുണ ചെയ്യുന്ന. പക്ഷെ പരലോകത്ത് ഒരു വിട്ടുവീഴ്ചയുമില്ല. ഇവിടെ അവസരങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ മുമ്പിൽ നീട്ടി നൽകും റബ്ബ്. അത് അവന്റെ കാരുണ്യത്തിന്റെ സ്വഭാവമാണ്. എന്നാൽ പരലോകത്തില്ല, ഒരു രക്ഷയുമില്ല, മിണ്ടിപ്പോകരുതുമെന്നാണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നരകത്തിന്റെ ഒരു കാര്യം, ഒരു ചെറിയ കാര്യം മാത്രമാണ്. എന്തെല്ലാം തരത്തിലുള്ള വേദനാജനകമായ ശിക്ഷകൾ നരകത്തിൽ ഉണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകം കണ്ടുവന്ന പ്രവാചകനാണ്, സ്വർഗവും നരകവും കണ്ടുവന്ന പ്രവാചകനാണ്. എന്നിട്ട് പറഞ്ഞു, ലൗ തഅലമു മാ അഅലം, ഞാൻ അറിഞ്ഞിരുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലബകൈതും കസീറ ലളഹിഖ്തും ഖലീലം വലബകൈതും കസീറ, നിങ്ങൾ കുറച്ച് ചിരിക്കുകയും ധാരാളം നിങ്ങൾ കരയുകയും ചെയ്യുമായിരുന്നു. അത്രമാത്രം നരകത്തിന്റെ ഭയാനകത അത്രമാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമുക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന നരകത്തിൽ നിന്നും മോചിപ്പിക്കണേ റബ്ബേ എന്നായിരിക്കണം നമ്മുടെയൊക്കെ ഉള്ളവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന. നമ്മൾ പലതും റബ്ബിനോട് ചോദിക്കുമ്പോൾ ഈ ചോദ്യം നമ്മൾ മറന്നു പോകരുത്, റബ്ബേ നരകശിക്ഷയിൽ നിന്നും കാക്കണേ എന്നുള്ള. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കഠിനമായ നരകശിക്ഷയിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ബന്ധുജനങ്ങളെയും എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, ഊസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി
അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ പറഞ്ഞ നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മളൊക്കെയും ശ്രമിക്കേണ്ടത്. അതിനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ നന്മകളൊക്കെ ചെയ്തുകൊണ്ട് വേണം നമുക്കത് എത്തിപ്പിടിക്കാൻ, ആ സ്വർഗം നേടാനും ആ നരകശിക്ഷയിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള കാര്യങ്ങൾ, നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയുന്നതും സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടല്ലാതെ, പഠിപ്പിച്ചു തന്നിട്ടല്ലാതെ ഞാൻ പോകുന്നില്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇത്തഖിന്നാർ വലൗ ബിശിഖ്ഇൻ തംറ, നിങ്ങൾ നരകത്തെ സൂക്ഷിച്ചുകൊള്ളണേ. വലൗ ബിശിഖ്ഇൻ തംറ, ഒരു കാരക്കയുടെ അത്ര കീറ്, ഒരു കാരക്കയുടെ ചുള അത് കീറിയിട്ടെങ്കിലും ഒരാൾക്ക് കൊടുത്തിട്ടെങ്കിലും നീ നരകത്തെ, ധർമ്മം ചെയ്തിട്ടെങ്കിലും നീ നരകത്തെ സൂക്ഷിക്കണേ എന്നാണ് പ്രവാചകന്റെ വസിയത്ത്, പ്രവാചകൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ നരകത്തെ നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം. താബികളിൽപ്പെട്ട ഒരു പണ്ഡിതൻ പറയുകയാണ്, എനിക്ക് 30ഓളം സഹാബിമാരെ കുറിച്ചറിയാം, ഞാൻ അവരെ കണ്ടിട്ടുണ്ട്, അവരെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അവരുടെ പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവർ നരകത്തെ ഭയപ്പെടുന്നവരായിരുന്നു. അവർ നരകത്തെ ഭയപ്പെടുന്നവരായിരുന്നു. ആ സഹാബികൾ കൂടുതലും ഉമർ റളിയല്ലാഹു അൻഹുവൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും സ്വർഗത്തിലാണ്, ഒരാൾ ഒഴികെ എന്ന് പറഞ്ഞാൽ ആ ഒരാൾ ഞാനായിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്നാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഇങ്ങനെ പറയുന്നത് എങ്കിൽ നമ്മുടെയൊക്കെ കാര്യം എന്തായിരിക്കും? അതുകൊണ്ട് സഹോദരങ്ങളെ, ആ നരകശിക്ഷയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമ്മൾ തേടുക. രണ്ടാം ഉമർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ്, അദ്ദേഹം നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇമാമായി നിൽക്കുമ്പോൾ അദ്ദേഹം ഓതുന്നു സൂറത്തുൽ ലൈൽ, വല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല എന്ന് ഓതി അദ്ദേഹം ഫഅൻദർതുകും നാറൻ തലല്ല, ആളിക്കത്തുന്ന നരകത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു എന്ന് പറഞ്ഞപ്പോൾ, ആ ഭാഗം ഓതിയപ്പോൾ, ആ ആയത്ത് ഓതിയപ്പോൾ അദ്ദേഹം ബോധരഹിതനായി വീഴുകയാണ് നമസ്കാരത്തിൽ. ഏതാണ് പറഞ്ഞത്? ഫഅൻദർതുകും നാറൻ തലല്ലാ, ആളിക്കത്തുന്ന നരകത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് താക്കീത് നൽകുന്നു, മുന്നറിയിപ്പ് നൽകുന്നു എന്ന് പറയുന്ന ആ ഭാഗം ഓതിയപ്പോൾ സഹോദരങ്ങളെ, അപ്പോൾ എത്രമാത്രം ഭയപ്പെടണം ആ നരകത്തെ നമ്മൾ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, എല്ലാം റബ്ബിന്റെ കൽപ്പനകൾ അനുസരിക്കുക, ഹറാമായത് എല്ലാം ഒഴിവാക്കുക, റബ്ബിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ കൈയൊഴിഞ്ഞുകൊണ്ട് റബ്ബ് ഇഷ്ടപ്പെടുന്ന പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള എല്ലാ സഹായവും അല്ലാഹു നമുക്ക് ചെയ്തു തരുമാറാവട്ടെ. അവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മളിൽ വർഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ മറക്കാതെ അവനെ എപ്പോഴും ഓർത്തുകൊണ്ട്, അവനെ ദിക്ർ ചെയ്തുകൊണ്ട്, അവനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കാൻ നാം എല്ലാം പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ വീഴ്ചകൾ, പോരായ്മകൾ, കുറവുകൾ എല്ലാം അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. നരകശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട് സ്വർഗം നേടിയെടുക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം അള്ളാഹു നരകശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും എല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി ആളുകൾ ചെയ്യുന്ന സഹായം ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് നമ്മുടെ ഈ പള്ളിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. അവർക്കെല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവരുടെ ജീവിതത്തിൽ അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതേപോലെ തന്നെ റമദാന് മുന്നോടിയായിക്കൊണ്ട് നമ്മുടെ പള്ളി ഒന്ന് പെയിന്റ് ചെയ്ത് വരികയാണ്, നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ ആ കാര്യത്തിൽ അതുമായിട്ടൊക്കെ സഹകരിച്ച് അതിൻ്റെ പ്രവർത്തനത്തിലൊക്കെ പങ്കെടുക്കുന്ന പങ്കാളികളാകുന്ന
അതുമായിട്ട് സാമ്പത്തികമായി സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളായ മുത്തഖീകളായ മാതാപിതാക്കൾക്കും സഹോദരന്മാർക്കും എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب دعوة يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين.